നമസ്കാരം. ജോൺസൺ ടാർഗറ്റിൻ്റെ നിരീക്ഷണത്തിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അതീവ പ്രധാനമായ കാര്യങ്ങളെക്കുറിച്ച് മാത്രം സംസാരിക്കുന്ന നിരീക്ഷണത്തിൻ്റെ ഈ പ്രത്യേക ഭാഗത്തിൽ പതിറ്റാണ്ടുകളായി ഭാരതീയരെ വഞ്ചിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വലിയ തട്ടിപ്പിനെക്കുറിച്ചാണ് പറയുന്നത്. ശ്രദ്ധയിൽ വയ്ക്കുക, ഓർമ്മയിൽ വയ്ക്കുക, മനസ്സിൽ വയ്ക്കുക, പകർന്നു കൊടുക്കുക. ഇന്ന് പറയുന്ന ആ കൊടും വഞ്ചനയുടെ പേരാണ് ഡെമോക്രസി. എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്ന, എന്നാൽ ആർക്കും അറിയാത്ത, അർത്ഥമില്ലാത്ത, അനർത്ഥമാകുന്ന ഒരു വലിയ വെസ്റ്റ് ഏൺ തട്ടിപ്പിൻ്റെ പേരാണ് ഡെമോക്രസി. ഇംഗ്ലീഷ് ക്രിസ്ത്യൻ ഇയർ 1950 മുമ്പ് ലോകത്ത് ഒരിടത്തും ഈ വെസ്റ്റ് ഏൺ തട്ടിപ്പ് ഇല്ല. പിന്നെ എവിടെയാണ് ഇതിൻ്റെ തുടക്കം? ഇതിൻ്റെ തുടക്കം ഇന്ത്യയാക്കി മാറ്റപ്പെട്ട, അർത്ഥമില്ലാത്ത ഇന്ത്യയായി മാറ്റപ്പെട്ട ഭാരതത്തിലാണ്. തുടങ്ങിയത് ഇംഗ്ലീഷ് ക്രിസ്ത്യൻ ഇയർ 1950 ഇതിനെന്താർത്ഥം? ഡെമോക്രസി. ഡെമോ എന്ന് പറഞ്ഞാൽ ഡെമോൺസ്ട്രേഷൻ. ക്രേസി എന്ന് പറഞ്ഞാൽ ബാക്കിയുള്ളത് CRACY ആണ്. CYയും ZYയും ഒരേ പ്രൊനൗൺസിയേഷനാണ്. ക്രേസി ഹീസ് ക്രേസി എന്ന് പറഞ്ഞാൽ ഏകദേശം നമുക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്താണെന്നുള്ളത്. അപ്പോൾ ഡെമോക്രസി എന്ന് പറഞ്ഞാൽ ഡെമോൺസ്ട്രേഷൻ ഓഫ് ക്രേസിനെസിൻ്റെ ഡെമോൺസ്ട്രേഷൻ, അഴിഞ്ഞാട്ടം. അതാണ് ഡെമോക്രസി. കുറേ ആൽഫബറ്റ്സ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റിയിട്ടിട്ട് ഈ വെസ്റ്റേൺ കോൺട്രീസ്, വെസ്റ്റേൺ പീപ്പിൾ ഭാരതീയരെ കൊടിയ വഞ്ചനയിലൂടെ 1950 മുതൽ മുന്നോട്ട് തള്ളിക്കൊണ്ടിരിക്കുകയാണ്. 1950 മുതൽ, ഇംഗ്ലീഷ് ക്രിസ്ത്യൻ ഇയർ 1950 മുതൽ മുന്നോട്ട് തള്ളിക്കൊണ്ടിരിക്കുകയാണ്. അർത്ഥരഹിതരായ ഇന്ത്യക്കാരാക്കപ്പെട്ട ഭാരതീയർ, അവർക്കൊരു തേങ്ങയുടെ മൂട അറിയില്ല. അപ്പം അവർ കേട്ടത് ഡെമോക്രസി എന്ന് പറയുന്നത് എന്തോ വലിയൊരു കാര്യമായിരിക്കും എന്ന് വിചാരിച്ചിട്ട് നിങ്ങളൊന്ന് ആലോചിക്കുക, ഭാരതത്തിലെ 148 കോടി ജനങ്ങളിൽ 1% പോലും ഇംഗ്ലീഷ് അറിയില്ല. അവിടെയാണ് ഇന്ത്യ ഉണ്ടാക്കപ്പെട്ടത്. അവിടെയാണ് ഡെമോക്രസി കൊണ്ടുവരപ്പെട്ടത്. ഡെമോക്രസി എന്താണെന്ന് ആർക്കും അറിയില്ല, ഇന്ത്യ എന്താണെന്നും ആർക്കും അറിയില്ല. ഇന്ത്യ എന്നാണ് അതിൻ്റെ ശരിക്കും നോക്കുമ്പോൾ പ്രൊനൗൺസിയേഷൻ വരുന്നത്. ഇവർ പറഞ്ഞതുപോലെ നമ്മൾ നോക്കുമ്പോൾ ഇംഗ്ലീഷ് ക്രിസ്ത്യൻ ഇയർ 1950 മുമ്പ് അതില്ല. അപ്പോൾ ഭാരതത്തിനെ കൊള്ളയടിക്കാൻ, ഭാരതീയരെ കൊള്ളയടിക്കാൻ വേണ്ടി ഇംഗ്ലീഷ് ക്രിസ്ത്യൻ ഇയർ 1950 കൊണ്ടുവന്ന അടിച്ചേൽപ്പിച്ച തെമ്മാടിത്തത്തിൻ്റെ പേരാണ് ഡെമോക്രസി. ഇത് ലോകത്തിലൊരിക്കലും ഉണ്ടായിരുന്നിട്ടില്ല അതിനു മുമ്പ്. അപ്പോൾ ആരുടെ സൗകര്യം? ആരാണ് അടിച്ചേൽപ്പിച്ചത്? ഞാനൊരു കാര്യം ചോദിക്കട്ടെ. 1947 ഓഗസ്റ്റ് 15 ഇവിടെ ഇൻഡിപെൻഡൻസ് കിട്ടിയെന്ന് പറയുന്നുണ്ട്.
അതിനു മുമ്പ് ആരെങ്കിലും ഭാരതത്തിൽ ആവശ്യപ്പെട്ടായിരുന്നോ ഞങ്ങൾക്ക് ഈ അർത്ഥരഹിത പുലിയാട്ടായിട്ടുള്ള ഡെമോക്രസി മതി എന്ന് ആരെങ്കിലും ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നോ? ആരെങ്കിലും? അങ്ങനെ ഒരു കോൺസെപ്റ്റ് പോലും ഉണ്ടായിരുന്നിട്ടില്ല അന്ന്. നാട്ടുരാജ്യങ്ങളായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. ഇവിടെ എന്ത് ചെയ്യണമെന്ന് ആർക്കും അറിയാതിരുന്ന ഒരു കാലഘട്ടത്തിലാണ് തട്ടിപ്പ് വീരന്മാരായിട്ടുള്ള അഥവാ ലോക തട്ടിപ്പുകാരായിട്ടുള്ള ഇംഗ്ലീഷുകാര് ഭാരതത്തിനെ വിഭജിച്ചിട്ട് 3 അർത്ഥരഹിത കോൺട്രീസുകൾ ആക്കി മാറ്റിയത്. ഇന്ത്യ, പാകിസ്ഥാൻ ആൻഡ് എന്ന് പറഞ്ഞ് വെസ്റ്റേൺ ഈസ്റ്റേൺ പാകിസ്ഥാൻ, എന്ത് ഈസ്റ്റേൺ പാകിസ്ഥാൻ ആക്കി മാറ്റിയത്. ലക്ഷക്കണക്കിന് ആളുകളെ കൊന്നൊടുക്കുകയും ചെയ്തു അതിൻ്റെ ഇടയ്ക്ക്. നിങ്ങൾക്കറിയാം. അവർ തന്നെയാണ് അർത്ഥരഹിത ഹിന്ദുക്കൾ ഉണ്ടാക്കിയത്. അവർ തന്നെയാണ് അർത്ഥരഹിത മുസ്ലിംസിനെ ഉണ്ടാക്കിയത്. അവർ തന്നെയാണ് അർത്ഥരഹിത ക്രിസ്ത്യൻസിനെ ഇവിടെ ഉണ്ടാക്കിയത്. ഭാരതീയരെ മാറ്റി അവർ കൊണ്ടുവന്ന് വെച്ചതാണ് ഈ വലിയ ചതി, ഡെമോക്രസി എന്ന് പറയുന്നത്. ഭാരതത്തിൻ്റെ യുഗങ്ങളായിട്ടുള്ള പരമ്പര എന്താണ്? രാജഭരണമാണ്. നമ്മൾ പല സമയത്ത് പറഞ്ഞിട്ടുള്ളതാണ്. അതെടുത്തു മാറ്റാൻ ഇവിടുന്ന് ഏതെങ്കിലും ഒരു ഭാരതീയൻ ആവശ്യപ്പെട്ടു, ഞങ്ങൾക്ക് വേണ്ട, ഞങ്ങൾക്ക് ഈ രാജഭരണം വേണ്ട, അത് ആരെങ്കിലും ആവശ്യപ്പെട്ടിടും. അപ്പോൾ ആരുടെയോ ഇഷ്ടത്തിന് അടിച്ചേൽപ്പിക്കപ്പെട്ട ഒരു വമ്പൻ തട്ടിപ്പാണ്, ചതിയാണ് ഡെമോക്രസി എന്ന് പറയുന്നത്. അപ്പോൾ അത് മുതൽ അങ്ങോട്ട് തുടങ്ങി. അതുമുതൽ നിങ്ങളൊന്ന് ആലോചിക്കുക. എല്ലാവരോടും പറയുന്നത് ജനാധിപത്യമാണെന്നാണ് പറഞ്ഞിട്ട് നമ്മുടെ തലയിലേക്ക് കയറ്റി വെച്ചിട്ടുള്ളത്. അങ്ങനെയാണ് ജനാധിപത്യം. ജനാധിപത്യം എന്ന് പറഞ്ഞാൽ എന്താണ്? എന്താണ് ഈ ജനാധിപത്യം? ജനങ്ങളുടെ ആധിപത്യം. കണ്ടുമാന ജനങ്ങൾ ഇങ്ങനെ കൂട്ടം കൂട്ടായി വരുന്ന തന്നെയാണോ ജനാധിപത്യം എന്ന് പറയുന്നത്? എന്താ അതിൻ്റെ അർത്ഥം? ആധിപത്യം ജനങ്ങളുടെ ആധിപത്യം, ജനാധിപത്യം. എന്തിൻ്റെ കാര്യത്തിലാണ് ഈ ജനാധിപത്യം? ഇംഗ്ലീഷ് ഇയർ 1950 മുതൽ എന്തിൻ്റെ കാര്യത്തിലാണ് ഇവിടെ ഭാരതീയരുടെ ഇഷ്ടം നടന്നിട്ടുള്ളത്? ആരാവശ്യപ്പെട്ടിട്ടുള്ള ഈ ഡെമോക്രസി കൊണ്ട് വെച്ചുള്ളത് നമ്മൾ പറഞ്ഞു. അതിനുശേഷം 1950 കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വലിയ തട്ടിപ്പ് വീണ്ടും കൊണ്ടുവന്ന് വെച്ചു. അതിൻ്റെ മുന്നിൽ നമ്മളോട് പറഞ്ഞു അംബേദ്കർ ഉണ്ടാക്കിയതാണ്. അംബേദ്കർ ഉണ്ടാക്കിയതല്ലോ. ഇംഗ്ലീഷ് ഇയർ 1935 കള്ള ഇംഗ്ലീഷ് ക്രിസ്ത്യൻസ് ആയിട്ടുള്ള ബ്രിട്ടീഷുകാരെ ഉണ്ടാക്കിയിട്ടുള്ള ഇംഗ്ലീഷ് ഇയർ 1935 ഉണ്ടാക്കിയിട്ടുള്ള ബ്രിട്ടീഷ് ഇന്ത്യ ആക്ട് ആണ്. ചട്ടിട്ടിട്ട് ഒരു ചട്ടം ഇട്ടു, കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞിട്ട് അവിടെ കൊണ്ടുവന്ന് വെച്ചു. ഏത് ലാംഗ്വേജിലാണ് എഴുതിയിട്ടുള്ളത്? ഭാഷയല്ല, ഏത് ലാംഗ്വേജിലാണ് എഴുതിയിട്ടുള്ളത്? ഇംഗ്ലീഷിലാണ് എഴുതിയിട്ടുള്ളത്. 1% പോലും ഭാരതത്തിലെ അറിയാത്ത ഒരു ലാംഗ്വേജിൽ കൊണ്ടുവന്നെടുത്ത് വെച്ചു. എന്ത്? കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞിട്ട് 1935 ബ്രിട്ടീഷ് ഇന്ത്യ ആക്ട്. നമ്മൾ പറയും ഭരണഘടനയില്ല, അവിടെ എഴുതിയിട്ടുണ്ട് കോൺസ്റ്റിറ്റ്യൂഷൻ. എന്നത്തെ ബ്രിട്ടീഷുകാർ അവർ റൂൾ ചെയ്തിരുന്നു എന്ന് പറയപ്പെടുന്ന കൊല്ലത്ത്, അതായത് 1935 ഉണ്ടാക്കിയിട്ടുള്ള ബ്രിട്ടീഷ് ഇന്ത്യ ആക്ട് ആണ് ഇവിടെ കോൺസ്റ്റിറ്റ്യൂഷനായി കൊടുന്ന് വെച്ചിട്ടുള്ളത്. അതിനൊപ്പം എടുത്തിട്ടുള്ള കുറേ കാര്യങ്ങൾ എവിടെ നിന്നൊക്കെയാണ്? ഇംഗ്ലീഷ് ക്രിസ്ത്യൻ കൺട്രീസ് ആയിട്ടുള്ള ഓസ്ട്രേലിയയിൽ നിന്ന്, അമേരിക്കയിൽ നിന്ന്, ഇംഗ്ലണ്ടിൽ നിന്നൊക്കെ അവരൊക്കെ അവിടെ നിന്നൊക്കെ എടുത്തു. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ തന്നെയാണ് ഇത് ഉണ്ടാക്കിയിട്ടുള്ളത്. അവരുടെ തന്നെയാണ് കാര്യങ്ങൾ. അവർക്ക് അനുഗുണമായ രീതിയിലാണ് അത് ഉണ്ടാക്കപ്പെട്ടിട്ടുള്ളത്. കോൺസ്റ്റിറ്റ്യൂഷൻ കഴിഞ്ഞ് പിന്നെ വേറെ നമ്മുടെ ഭാരതത്തിലെ ആളുകളെ പൊറുതിമുട്ടിക്കുന്ന വേറൊരു കാര്യം എന്താണ്? IPC, ഇന്ത്യൻ പീനൽ കോഡ്. ഭാരതീയല്ല, ഇന്ത്യൻ പീനൽ കോഡ് ഉണ്ടാക്കിയിട്ടുള്ളത് ഏതാ കൊല്ലല്ല. ഇംഗ്ലീഷ് ഇയർ 1860 ആകെ കൂടി നടന്നിട്ടുള്ള ഒരേ ഒരു സ്വാതന്ത്ര്യ സമരം കഴിഞ്ഞ ഉടനെ ഉണ്ടാക്കിയിട്ടുള്ളത് മെക്കോളെ എന്ന് പറയുന്ന മടി ഉണ്ടാക്കിയിട്ടുള്ളതാണ്. അത് CRPC, ക്രിമിനൽ പീനൽ കോഡ് എന്ന് പറയുന്നത്. CR എന്ന് പറഞ്ഞ ക്രിമിനൽ, അതും ആ തെമ്മാടി തന്നെ ഉണ്ടാക്കിയിട്ടുള്ള 1862 ഉണ്ടാക്കിയിട്ടുള്ളതാണത്. ഇത് രണ്ടും IPC CRPC ഉണ്ടാക്കിയിട്ടുള്ളത്, എഴുതിയിട്ടുള്ളത് ഇംഗ്ലീഷിലാണ്. നമുക്കാർക്കും അറിയില്ല. കോൺസ്റ്റിറ്റ്യൂഷൻ 1935 ബ്രിട്ടീഷിൻ്റെ ആക്ടാണ്, എഴുതിയിട്ടുള്ളത് ഇംഗ്ലീഷിലാണ്. നമുക്കാർക്കും അറിയില്ല. നമ്മളാരും ആവശ്യപ്പെട്ടിട്ടില്ല രാജഭരണം വേണ്ടെന്ന്, നമ്മളാരും ആവശ്യപ്പെട്ടിട്ടില്ല പുലിയാട്ടായിട്ടുള്ള ഡെമോക്രസി വേണം. നമ്മൾ ആരും കേട്ടിട്ട് പോലും ഇല്ല ഡെമോക്രസി. പിന്നെ എങ്ങനെയാണ് ആവശ്യപ്പെടുന്നത്?
ഡെമോക്രസി എന്താ എന്ന് ആരും കേട്ടിട്ട് പോലും ഇല്ല 1950 മുന്നേ. നിങ്ങൾ നോക്കുക, 1947, 48, 49 ഈ ഇംഗ്ലീഷ് ക്രിസ്ത്യൻ ഇയേഴ്സിലൊക്കെ ഏതെങ്കിലും കോൺട്രികളിൽ ഡെമോക്രസി എന്ന് പറഞ്ഞിട്ടുള്ള തട്ടിപ്പ് നടന്നിരുന്നു? നമ്മുടെ ഇപ്പോൾ ഇന്ത്യയിൽ അടിച്ചേൽപ്പിച്ചിട്ടുള്ള ഈ തട്ടിപ്പ് ഉണ്ടോ? എവിടെയെങ്കിലും ഉണ്ടോ? ബ്രിട്ടനിൽ എന്താ കിങ്ഷിപ്പാണ്. അവർ ഇംഗ്ലീഷ് ക്രിസ്ത്യൻ കിങ് ഇരുന്നിട്ട് റൂൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ക്യൂനും നടക്കും ഇടയ്ക്ക്, അതിങ്ങനെ ഇതിനൊക്കെ ക്യൂനും നടക്കും. അമേരിക്കയിൽ എന്താണ് ഡെമോക്രസി എന്ന് പറയുന്നത്? ഡെമോക്രസി അല്ല, അത് പ്രസിഡൻസ് റൂളാണ്. അപ്പൊ എന്താണിത്? അവിടുന്ന് മുതൽ 1950 മുതലേ ഭാരതീയരെ കൊണ്ട് പിടിയാൻ ആരംഭിച്ചു. ആർക്ക് വേണ്ടിയിട്ട്? മറ്റേ കള്ളന്മാർക്ക് വേണ്ടിയിട്ട്, ഇംഗ്ലീഷ് ക്രിസ്ത്യൻ കള്ളന്മാരായിട്ടുള്ള ആരാണ് ഇവിടെ ഡെമോക്രസി കൊണ്ടു വെച്ചിട്ടുള്ള അവർക്ക് വേണ്ടിയിട്ട് അത് അടിച്ചേൽപ്പിക്കാൻ ആരംഭിച്ചത് ആർക്ക് വേണ്ടിയിട്ടാണോ അത് അടിച്ചേൽപ്പിച്ചിട്ട് ഭാരതീയരെ പിടിയാൻ ആരംഭിച്ചു. അതിനുശേഷം ദുരിതം മുറുകെ പിടിക്കാൻ തുടങ്ങി. ഇന്ത്യക്കാരാക്കപ്പെട്ടിട്ടുള്ള ഭാരതീയരെ മുറുകെ പിടിക്കാൻ തുടങ്ങി. അവിടേക്ക് ആര് കടന്നു വന്നു? ഡെമോക്രസി എന്ന് പറഞ്ഞിട്ടുള്ള ഇവിടേക്ക് ഭാരതത്തിൽ അന്ന് വരെ ഇല്ലാത്ത പൊളിറ്റിക്കൽ പാർട്ടീസ് കടന്നു. നുണ, അസത്യം, ലൈയിൽ ടിക്ക് ചെയ്യുന്ന ടിക് 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 എന്ന് ടിക്ക് ചെയ്യുന്ന പൊളിറ്റിക്കൽ പാർട്ട് വൈസ്, പാർട്ട് കൂട്ടണം വൈ ആണ് പാർട്ട് വൈ പാർട്ടി എന്ന് പറയുന്നത്. അപ്പോൾ വൈ കഴിഞ്ഞാൽ പിന്നെ എക്സ് വേണ്ടേ, പിന്നെ സെഡ് വേണ്ടേ? നമുക്ക് ആകെ കൂടി കിട്ടിയിട്ടുള്ളത് പാർട്ട് വൈ മാത്രമാണ്. പൊളിറ്റിക്കൽ പാർട്ടീസ്. കോൺഗ്രസ് പൊളിറ്റിക്കൽ പാർട്ടി ആയിരുന്നില്ല. 1950 ശേഷമാണ് പൊളിറ്റിക്സ് വരുന്നത്. അത് ആ കൂടി ഉണ്ടായിരുന്നത് ഇത് മാത്രമാണ്. ഏത്? കോൺഗ്രസ് മാത്രം. അത് അതിനു മുമ്പ് ഗാന്ധി പറഞ്ഞു ഈ കോൺഗ്രസിനെ പിരിച്ചുവിടാന്ന് പറഞ്ഞു. അപ്പോൾ അതിനുശേഷം അത് സമ്മതിച്ചില്ല. അതിനുശേഷം ഒരു പൊളിറ്റിക്കൽ പാർട്ടി ഉണ്ടാക്കി. ആളെ വെടിവെച്ച് കൊന്നു. 48 അയാളെ വെടിവെച്ച് കൊന്നു. അയാളുടെ പരിപാടി അവസാനിപ്പിച്ചു. ഇനി അയാളുടെ ശത്രുത ഉണ്ടാവേണ്ട കാര്യമില്ല. കാര്യങ്ങളൊക്കെ ഇവർ വിചാരിച്ച പോലെ ഡെമോക്രസിക്ക് എത്തിച്ചിട്ടുണ്ട്. അപ്പോൾ പൊളിറ്റിക്കൽ പാർട്ടി ആക്കിയിട്ട് കോൺഗ്രസിനടുത്ത് മാറ്റി അതാക്കി എന്നിട്ട് അങ്ങോട്ട് മുന്നോട്ട് കൊണ്ടുപോവാണ്. അവിടെ ഇവിടെയൊക്കെ കുറേ പൊളിറ്റിക്കൽ പാർട്ടീസിൻ്റെ കുറേ വിത്ത് കൊടുന്നിട്ടു, വിഷവിത്ത് കൊടുന്നിട്ടു. ഈ പൊളിറ്റിക്കൽ പാർട്ടീസാണ് പിന്നെ 1950 മുതൽ അവിടുന്ന് അങ്ങോട്ട് ഭാരതീയരെ ദുരിതത്തിലേക്ക് പിടിച്ച് വലിച്ചിറക്കിയത്. ചൂഷണത്തിൻ്റെ, ചതിയുടെ, കൂട്ടിക്കൊടുപ്പിൻ്റെ ഏറ്റവും തീഷ്ണമായ ഉദാഹരണങ്ങളാണ്. പിന്നെ അവിടുന്ന് ഭാരതീയർക്ക് കാണാൻ സാധിച്ചു. കുറേശ്ശെ ഭാരതീയരുടെ ജീവിതത്തെ അവർ പിടിച്ചുകൊണ്ട് കുറേശ്ശെ അങ്ങോട്ട് പിടിച്ചു തുടങ്ങി. 1950 തുടങ്ങി ഓരോ ലോസ് കൊടുന്നു. നിങ്ങൾ അത് ചെയ്യാൻ പാടില്ല, നിങ്ങൾ ഇത് ചെയ്യാൻ പാടില്ല, നിങ്ങൾ വലത്തോട്ട് നോക്കാൻ പാടില്ല, നിങ്ങൾ ഇടത്തോട്ട് നോക്കാൻ പാടില്ല, നിങ്ങൾ മേപ്പെട്ട് നോക്കാൻ പാടില്ല, നിങ്ങൾ കീഴ്പ്പെട്ട് നോക്കാൻ പാടില്ല, ഇങ്ങനെ വേണം, അങ്ങനെ വേണം, അങ്ങനെയുള്ള കുറേ തെമ്മാടി ലോസ് ഇംഗ്ലീഷിൽ ഇവർ ഇറക്കി. അതങ്ങനെ ഇറക്കി അങ്ങോട്ട് കൂടുന്നു. ഇംഗ്ലീഷ് ക്രിസ്ത്യൻ ഇയർ 2026 എപ്പോൾ എത്തുമ്പോൾ ശ്വാസം മുട്ടാണ്. ലോസിൻ്റെ ഒപ്പം ലോസ് പോലെ ഇറക്കിയ വേറൊരു തെറ്റിപ്പാണ് അതിൽ ടാക്സ് എന്ന് പറയുന്നത്. ഒരു മനുഷ്യൻ ജീവിക്കുന്നത് ഇവരുടെ യാതൊരു ഗവൺമെൻറ്റിൻ്റെയോ പൊളിറ്റിക്കൽ പാർട്ടീസിൻ്റെയോ സഹായത്തോടു കൂടിയല്ല മനുഷ്യൻ ജനിക്കുന്നതും വളരുന്നതും ജീവിക്കുന്നതും. ഭാരതത്തിൽ ഇതൊന്നും ഭക്ഷണം, വസ്ത്രം, പാർപ്പിടം, വായു, വെള്ളം ഇതൊന്നും ഈ ആളുകൾ തരുന്നതല്ല. ഇവർക്ക് തരാൻ പറ്റില്ല. കാരണം ഇവരുടെ വീട്ടിൽ അതിനുള്ളത് എല്ലാവർക്കും കൊടുക്കാനുള്ളതുണ്ടോ? ഇല്ല. എന്നിട്ട് ഇവിടെ പട്ടിണി കിടന്ന് ചാവും. അപ്പൊ ഈ പൊളിറ്റിക്കൽ പാർട്ടികൾ അതുകൊണ്ട് അവരവിടെ ഉണ്ട് എന്നുള്ളത് കൊണ്ട് പട്ടിണി കിടന്ന് ചാവുന്നവൻ പട്ടിണി കിടന്ന് ചാവുന്നില്ലേ?
വെള്ളം കിട്ടാതെ ആവുന്നില്ലേ? വീടില്ലാത്തവന് വീടിൽ കിട്ടുന്നുണ്ടോ? 4 പേര് അവർക്കും 5 പേര് ഇവർക്കും കൊടുത്തു. ആർക്കാ കൊടുക്കുന്നത്? അവർക്ക് സൗകര്യമുള്ളവർക്ക് കൊടുത്തു. ഞങ്ങൾ സബ്സിഡി കൊടുത്തു. സബ് എല്ലാവർക്കും. സബ് എന്ന് പറഞ്ഞാൽ ഹിന്ദിയിൽ എല്ലാവർക്കും നടത്തം. സിഡി എന്ന് പറഞ്ഞാൽ ഇടിയായിരിക്കും. ഇതൊക്കെ കൊണ്ടു കൊടുക്കണം അവര്. ആരുടെ പൈസ എടുത്തിട്ട്? ഈ പൊലൈറ്റിക്കൽ കള്ളന്മാരുടെ പൈസ എടുത്തിട്ടാണോ അത് കൊടുക്കുന്നത്? ആണോ? അവരെ വീട്ടിൽ നിന്ന് വല്ലതും കൊണ്ടുവരുന്നുണ്ടോ? അവർക്ക് എന്തെങ്കിലും കൊണ്ടുവരാനുള്ളത് ഉണ്ടോ? നിങ്ങൾ നോക്കുക, എല്ലാ ചാനലുകളും നിങ്ങൾ കാണുന്നത്, നിങ്ങൾ കേൾക്കണമെങ്കിൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. പൊലൈറ്റിക്കൽ പാർട്ടീസിലുള്ള ആളുകളൊക്കെ വരുമ്പോൾ പിച്ചക്കാരായിരുന്നു. കുറെ കഴിയുമ്പോൾ അവർക്ക് ധനാഢ്യരായി മാറി. അവർക്ക് കണ്ണ് തള്ളുന്ന രീതിയിലുള്ള വാഹനങ്ങൾ, വാച്ചസ്, സ്ഥലങ്ങൾ, ഭൂമി എല്ലാതും അവർക്ക് കിട്ടി. പിച്ചക്കാരായി വരുന്നവരൊക്കെ ഈ പൊലൈറ്റിക്കൽ പാർട്ടി എന്ന് പറഞ്ഞ കള്ളക്കൂട്ടത്തിനൊപ്പം കൂടി കഴിഞ്ഞാൽ അവർക്കും അതൊക്കെ കിട്ടി. അപ്പം അവർക്ക് 2% വരുന്ന അല്ലെങ്കിൽ 1% വരുന്ന ഈ കള്ളന്മാരുടെ ഒപ്പം നിൽക്കുന്നവർക്ക് കൊടുത്തു എന്നുള്ളതാണോ ഇതിൻ്റെ അടിസ്ഥാനമായിട്ട് വരുന്നത്? എല്ലാവർക്കും കൊടുക്കാൻ പറ്റുന്നുണ്ടോ? കൊടുത്തിട്ടുണ്ടോ? 40% ആളുകൾ പട്ടിണി കിടക്കുന്ന ദേശമാണ് ഭാരതം. 40%. നിങ്ങൾ കണക്കൂട്ടി നോക്കുക. 148 കോടിയുടെ 40% കണക്കൂട്ടി നോക്കും നിങ്ങൾ. GDP, QDP, MIDP എന്നൊക്കെ പറഞ്ഞിട്ട് ഇവർ തനി തെമ്മാടിത്തം പുലമ്പെടുന്നില്ലേ? മറ്റേത് അങ്ങോട്ട് കയറി, ഇത് അങ്ങോട്ട് കുറഞ്ഞു, ഇത് കുറഞ്ഞു, മറ്റേതിൻ്റെ ഇത് അവിടേക്ക് മാറി. എന്നിട്ട് ഇവിടെ എന്താ സ്ഥിതി? മനുഷ്യന്മാരെ പിഴിയല്ലേ, കെട്ടിടല്ലേ, ഇവര് അടിച്ചേൽപ്പിക്കല്ലേ, എല്ലാ തെമ്മാടിത്തങ്ങളും ഇവർ അടിച്ചേൽപ്പിക്കല്ലേ ചെയ്യുന്നത്. ഇതാണ് ക്രേസിനെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. വട്ട്, പ്രാന്ത്, ഉച്ചപ്രാന്ത്, പുലയാട്ട്, ഇതൊക്കെയാണ് അതിൻ്റെ അർത്ഥം. ഇതിൻ്റെ അഴിഞ്ഞാട്ടം, ഡെമോൺസ്ട്രേഷൻ, അതാണ് ഇംഗ്ലീഷ് ക്രിസ്ത്യൻ ഡെമോക്രസി എന്ന് പറയുന്നത്. ഇതിനും കൂടുതൽ എന്താ കഴിഞ്ഞ് പറയാനുള്ളത്? ഇത് ജനാധിപത്യമല്ല. ജനാധിപത്യം അല്ല. എന്താണ് ജനാധിപത്യം? ജനാധിപത്യം എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ രാജഭരണത്തിനെയാണ് ജനാധിപത്യം എന്ന് പറയുന്നത്. രാജാവ് ആണ് ഒരു രാജ്യത്തിൻ്റെ കാവലാൾ. കാവലാൾ എന്ന് പറഞ്ഞ ഉടമസ്ഥനല്ല. അയാള് മുന്നിൽ നിന്ന് യുദ്ധം ചെയ്യുക. ഇവിടെയുള്ള ആളുകൾ യുദ്ധമുന്നണിയിൽ, ഈ പൊലൈറ്റിക്കൽ കള്ളന്മാർ ആരെങ്കിലും ഒരു യുദ്ധമുന്നണിയിൽ യുദ്ധത്തിന്റെ മുഖത്ത് നിന്നതായിട്ട് നിങ്ങൾ ഏതെങ്കിലും കാലത്ത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഏതെങ്കിലും ഒരു മിനിസ്റ്റർ, ഒരു കണ്ടിട്ടുണ്ടോ നിങ്ങൾ? ഒരു പ്രൈം മിനിസ്റ്റർ, ചീഫ് മിനിസ്റ്റർ, ആരെങ്കിലും ഒരാൾ യുദ്ധം നടക്കുന്നതിൻ്റെ നടുക്ക് അല്ലെങ്കിൽ അതിൻ്റെ തൊട്ടടുത്ത് നിൽക്കുന്നതായിട്ട് നിങ്ങൾ എവിടെയും കണ്ടിട്ടുണ്ടോ? ഇവർക്കൊക്കെ സെക്യൂരിറ്റി കൊടുത്തിട്ട് ഇവരൊക്കെ എത്രയോ ഇതിന് ശേഷം ദൂരെ അവർ വന്ന് ക്യാമ്പുകളിൽ ഒരു പ്രശ്നമില്ലാത്ത സ്ഥലത്ത് വന്നിട്ട് അവർ സന്ദർശിച്ച് പട്ടാളക്കാരെ ഇതാക്കിയിത്രേ, പ്രചോദിപ്പിച്ചിട്ട് അവർ മടങ്ങിപ്പോന്നു എന്നല്ലാതെ. രാജാക്കന്മാർ അങ്ങനെയല്ല, ഭീരുക്കളൊന്നും അല്ല. അവർക്ക് കൃത്യമായിട്ട് അറിവുണ്ടായിരുന്ന മനുഷ്യന്മാരാണ്. നമ്മൾ വിശദീകരിച്ചിട്ടുണ്ട്. ജ്ഞാനത്തിൽ നിന്ന് ജനിക്കുന്നവൻ രാജ. കൂട്ടിക്കൊടുക്കില്ല, സ്വന്തം ജനതയെ കൂട്ടിക്കൊടുക്കില്ല. ഇവിടെ നടക്കുന്നത് കൂട്ടിക്കൊടുപ്പാണ്. ആ കൂട്ടിക്കൊടുപ്പാണ് ഡെമോക്രസി. ഇത് നമ്മൾ മനസ്സിലാക്കണം. ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമ്മളെ ഇലക്ഷൻ വന്നു, ഇലക്ഷൻ പോയി. വീണ്ടും ഇതുപോലെ തന്നെയുള്ള ഒന്നിനും കഴിവില്ലാത്ത കക്കാനും പിടിച്ചു പറിക്കാനും അടിച്ചേൽപ്പിക്കാനും അതുപോലെ തന്നെ നമ്മളെ വിറ്റ് പണം എടുക്കാനും നമ്മളെ പണയം വെച്ച് കോടികൾ നേടാനും വേണ്ടി മാത്രം ഉണ്ടാക്കപ്പെട്ടിട്ടുള്ള ഒരു ഇംഗ്ലീഷ് ക്രിസ്ത്യൻ സിസ്റ്റമാണ് ഡെമോക്രസി. നമ്മൾ മനസ്സിലാക്കും. അതിലാണ് അവർ നിൽക്കുന്നത്. അതിന് വേണ്ടിയിട്ടാണ് നമ്മളെല്ലാവരും ഓടിപ്പോയിട്ട് ഇവിടെ വോട്ട് ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് അടുത്ത 5 വർഷം വരും. അപ്പോഴും നമ്മൾ ഇവിടുന്ന് പോയി വോട്ട് ചെയ്തു, പിന്നെ 5 വർഷം വരും, വീണ്ടും അത് തന്നെ വന്നു. ഇത് വലിയ ചതിയാണ്. ആർക്കാണ് ഇതിൻ്റെ ലാഭമെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങളുടെ കുട്ടികളടക്കം ഇവിടുന്ന് കയറ്റി വിടുകയാണ്. ഇടക്കേഷൻ എന്നും കുടക്കേഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങോട്ട് കയറ്റി വിടാൻ എന്തിനാ പോണത്? ഈ പോകുന്ന പിള്ളേർ എന്താ അവിടെ ചെയ്യണേ നിങ്ങൾ ചോദിക്കേ. 7 ലക്ഷം പേര് പോയി. കേരള എന്ന് പറയുന്ന അർത്ഥരീതി ഇടത്ത് നിന്ന് 7 ലക്ഷം പേര് പോയി കഴിഞ്ഞ വർഷം. അവരെന്താ അവർ ചെയ്യണത്?
അവരൊന്നും ചെയ്യണില്ല. പണിയെടുക്കുക, ആ വെള്ളക്കാരുടെ കോൺട്രികളിൽ പോയിട്ട് പട്ടികളുടെ പോലെ പണിയെടുക്കുക. അവിടെ ആ പണിയെടുക്കാൻ ആൾ കിട്ടാല്ല. ഇപ്പം ഇവിടുന്ന് പോവുക, ഇവിടുന്ന് കയറ്റി അയക്കുക, ഈ മണ്ടന്മാരൊക്കെ അങ്ങോട്ട് പോവുക. എഞ്ചിനീയറിംഗ് ഗ്രാജുവേറ്റ്സിൽ 80% പേര് അൺഎംപ്ലോയബിൾ ആണ് എന്നാണ് ഇവർ സ്റ്റാറ്റിസ്റ്റിക്സ് പറയുന്നത്. 80% നമ്മളോട് പറയണമെങ്കിൽ അതൊരു 98% അൺഎംപ്ലോയബിൾ ആയിരിക്കും. എഞ്ചിനീയറിംഗ് ഇത് ഇങ്ങനെയാണെങ്കിൽ സാധാരണ കോൾ ഏജുകളിൽ നിന്ന് പുറത്തേക്ക് വരുന്ന ചവറകളുടെ കാര്യം എന്താണ്? സ്കൂളുകളിൽ നിന്ന് പുറത്ത് വരുന്ന ചവറകളുടെ കാര്യം എന്താണ്? എന്താണ് ഇവിടെ നടക്കുന്നത്? ഇവിടെ വിദ്യാഭ്യാസം ഉണ്ടോ? ഇവിടെ എഡ്യൂക്കേഷൻ ആണുള്ളത്, വിദ്യാഭ്യാസമില്ല, ചികിത്സയില്ല. ഇവിടെ ഏതെങ്കിലും രോഗം മാറുന്നുണ്ടോ? രോഗം എന്ന് പറഞ്ഞിട്ട് ഇവർ കൊടുക്കുന്ന ഡിസീസുകൾ മാറുന്നുണ്ടോ? ഒരു ഡിസീസ് ഇവിടെ മാറില്ല. എല്ലാവരും അതിങ്ങനെ നിലനിർത്തി മുന്നോട്ട് കൊണ്ടുപോകാം. പ്രശ്നങ്ങൾ ഏതെങ്കിലും ഇവിടെ മാറുന്നുണ്ടോ? പൊളിറ്റിക്കൽ പ്രശ്നങ്ങൾ ഇവിടെ ഉണ്ടാക്കപ്പെട്ടിട്ടുള്ളത് ഏതെങ്കിലും മാറുന്നുണ്ടോ? മാറില്ല. അതിങ്ങനെ നിലനിർത്തി എല്ലാം നിലനിർത്തി പോയാലാണ് ഈ ഡെമോക്രസി എന്ന് പറയുന്ന അതായത് വെസ്റ്റുകാരെ ഏൺ ചെയ്യുന്ന തട്ടിപ്പ് വിജയിക്കുള്ളൂ. അവർക്ക് വേണ്ടിയാണ് ഈ ഡെമോക്രസി എന്ന് പറയുന്ന തട്ടിപ്പ്, ലോക തട്ടിപ്പ് ഇവിടെ കൊണ്ടു വെച്ചിട്ടുള്ളത്. ഇതിനെക്കുറിച്ച് നിങ്ങൾ ബോധവാന്മാരാകുക. ഇത് നിങ്ങൾ എല്ലാവരോടും പറഞ്ഞു കൊടുക്കുക. ആളുകൾ പ്രവർത്തിക്കുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഭൂരിഭാഗം പേര് ഞാൻ എൻ്റെ കാര്യം മാത്രം നോക്കി മുന്നോട്ട് പോകും. പക്ഷെ നിങ്ങൾ ഇതിൽ കുടുങ്ങുമ്പോൾ അപ്പോൾ നിങ്ങളുടെ അടുത്ത് ആരും ഉണ്ടാവില്ല. എല്ലാവരും ലാഭിക്കുകയാണല്ലോ. എല്ലാവരും അവരവരുടെ കാര്യം മാത്രം നോക്കിയിട്ട് അത് ലാഭിക്കില്ലേ? ആ ലാഭിക്കുമ്പോൾ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കാം, ആ ലാഭിക്കുന്നത് നിങ്ങൾക്കോ നിങ്ങളുടെ തലമുറകൾക്കോ ഗുണം ചെയ്യില്ല. ഈ ചക്രത്തിൽ നിങ്ങൾ വലിച്ചിടപ്പെടും, നിങ്ങൾ ചതച്ച് അരയ്ക്കപ്പെടും. നിങ്ങളും നിങ്ങളുടെ കുട്ടികളടക്കമുള്ള തലമുറകൾ. വാക്സിനേഷൻ നമ്മൾ കണ്ടതാണ്, ഡിമോണിറ്റൈസേഷൻ നമ്മൾ കണ്ടതാണ്, നോട്ട് നിരോധനം നമ്മൾ കണ്ടതാണ്. എന്തായിരുന്നു ഇവിടെ? നമ്മുടെ പൈസ നമുക്ക് എടുക്കാൻ പാടില്ല. ഇപ്പം എന്താ സ്ഥിതി? ഇപ്പം ഇത്ര വീതം എടുക്കാൻ പാടുള്ളൂ. നമ്മുടെ പണം, നമ്മുടെ ജീവിതം കൊടുത്തുണ്ടാക്കിയിട്ടുള്ള പണം എടുക്കാൻ പാടില്ല. അവർ പറയണതിനനുസരിച്ച് നമുക്ക് എടുക്കാൻ പാടുള്ളൂ. എന്താ ഇവിടെ നടക്കുന്നത്? തനി പുലിയാട്ടാണ് നടക്കുന്നത്. ഈ പുലിയാട്ടിൻ്റെ പേരാണ് ഡെമോക്രസി. ഓർമ്മ വയ്ക്കുക, ആളുകൾക്ക് പറഞ്ഞു കൊടുക്കുക. ഇനിയും നിങ്ങൾ നിഷ്ക്രിയരായിട്ടിരിക്കുകയാണെങ്കിൽ, നിങ്ങളുടെ കർമ്മം ചെയ്യാതിരിക്കുകയാണെങ്കിൽ, നിങ്ങൾക്ക് അധർമ്മത്തിനുള്ള ശിക്ഷ കാലം തരുമെന്നുള്ള ഓർമ്മ നിങ്ങളിലേക്ക് എത്തിക്കുകയാണ് ചെയ്യുന്നത്. ഒരു ഓർമ്മപ്പെടുത്തലാണ് ഇംഗ്ലീഷ് ക്രിസ്ത്യൻ സിസ്റ്റം എന്ന് പറയുന്നതിൽ. നിങ്ങൾ വാലാട്ടി പട്ടികളെ പോലെ പോകുമ്പോൾ ഉണ്ടാകാൻ പോകുന്ന കാലത്തിൻ്റെ ശിക്ഷ, അധർമ്മത്തിൽ നിങ്ങൾ വർത്തിക്കുന്നത് കൊണ്ട്, കർമ്മത്തിൽ വിമുഖത കാണിക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് കിട്ടാവുന്ന ആ ശിക്ഷയെക്കുറിച്ച് ഓർമ്മിപ്പിക്കുകയാണ് ജോസഫ് സ്റ്റാർഗെറ്റിലൂടെ, അതിലെ നിരീക്ഷണത്തിലൂടെ നിങ്ങൾ ചെയ്യുന്നത്. തമസിൽ നിന്ന് വെളിച്ചമുണ്ടാകട്ടെ. തമസോമാം ജ്യോതിർഗമയ. ജ്ഞാനത്തിൽ നിന്ന് അറിവിൻ്റെ പ്രകാശം നിങ്ങളിലേക്ക് എത്തട്ടെ. ജോസഫ് സ്റ്റാർഗെറ്റിൻ്റെ നിരീക്ഷണത്തിൻ്റെ ഈ അതീവ പ്രസക്തമായ ഭാഗം ശ്രദ്ധയോടുകൂടി കേട്ടിരുന്ന എല്ലാവർക്കും നന്ദി, നമസ്കാരം.